അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബാബരി മസ്ജിദ് സംസാരിക്കുന്നു. കണ്ണുനീരും കരള് പിളർന്നൊലിച്ച രക്തവും ഉറ്റിവീണ് ഉറച്ചുപോയ മണ്ണിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. അതിനാൽ എന്നിൽ നിന്ന് താളവും ഈണവും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. വരണ്ട ഓർമ്മകളിലേക്ക് തിരിച്ചു പോകുമ്പോൾ എൻ്റെ കണ്ഠങ്ങൾ ഇടറിപ്പോയേക്കാം. പക്ഷെ ഒരിക്കലും അണയാത്ത പ്രതീക്ഷയുടെ തിരിനാളങ്ങൾ അകലെയാണെങ്കിലും എനിക്ക് തെളിഞ്ഞു കാണാം. ഞാൻ ബാബരി മസ്ജിദ്. പടവാളുകൊണ്ട് വീരഗാഥ രചിച്ച സമരനായകന്റെ വിജയ പ്രതീകം. എത്ര സുന്ദരമായാണ് എൻ്റെ മിനാരങ്ങളിൽ ഏകത്വത്തിന്റെ മധുരഗീതങ്ങൾ ഉയർന്നു കേട്ടത്. എത്ര തലമുറകളാണ് എൻ്റെ മടിയിൽ സുജൂദിൽ വീണ് നിർവൃതി പൂണ്ടത്. രാവിന്റെ യാമങ്ങളിൽ നാഥന്റെ സ്തുതിഗീതികൾ പാടി അവരെന്നെ പുളകമണിയിച്ചിട്ടുണ്ട്. എൻ്റെ മണ്ണിൽ ഞാനല്ലാതെ ആരും ജനിച്ചിട്ടില്ല. എൻ്റെ മണ്ണിൽ ആരുമാർക്കും ജന്മം കൊടുത്തിട്ടുമില്ല. ഒരു സംസ്കാരം, അത് നിലനിർത്താനാണ് എൻ്റെ പിതാക്കൾ എൻ്റെ ചുവരുകൾ ഉയർത്തിക്കെട്ടിയത്. ഒരു സംസ്കാരം, അത് നിലനിർത്താനാണ് എൻ്റെ പിതാക്കൾ എൻ്റെ ചുവരുകൾ ഉയർത്തിക്കെട്ടിയത്. എന്നോടൊപ്പമുള്ളവർ എനിക്ക് ചുറ്റും കുടിലുകൾ കെട്ടി. അവരുടെ മനം വിശാലമായിരുന്നു, എൻ്റെ അകത്തളം പോലെ. എന്നു മുതലാണ് എൻ്റെ സന്തോഷത്തിനു മുകളിൽ ക്രൗര്യത്തിന്റെ നിഴലുകൾ പടർന്നത്? ആരാണ് എൻ്റെ നെറ്റിത്തടത്തിൽ അസഹിഷ്ണുതയുടെ വിഗ്രഹം സ്ഥാപിച്ചത്? എന്തിനാണ് നിയമത്തിന് കാവലിരിക്കുന്ന കുറുനരികൾ എൻ്റെ കവാടം കൊട്ടിയടച്ചത്? ആർക്കു വേണ്ടിയാണ് കമ്പിവേലി കെട്ടി അവരെന്നെ ഒറ്റപ്പെടുത്തിയത്? എന്നെ അധിനിവേശം ചെയ്തവർ എനിക്ക് വേണ്ടി കഥകൾ മെനഞ്ഞു. വംശീയതയുടെ വിഷം ചേർത്ത് വർഗീയതക്കവർ തിരികൊളുത്തി. രഥചക്രമുരുണ്ട് എൻ്റെ ജനതയുടെ രക്തം തെരുവുകളിൽ ഒഴുകി. എൻ്റെ കാതുകളിൽ മുഴങ്ങിക്കേട്ടത് കൊലവിളികളും നിലവിളികളും മാത്രമായിരുന്നു. ഒരു കറുത്ത ദിനം. അന്ന് പകലോനുദിച്ചതു തന്നെ വ്യസനത്തോടെ ആവണം. കാവിയുടുത്ത കാട്ടാളന്മാർ എൻ്റെ ചുവരുകളിൽ ഇരച്ചു കയറി. വാനരന്മാരെപ്പോലെ അവരെന്റെ ശിരസ് തല്ലി തകർത്തു. പിക്കാസ് കൊണ്ട് അവരെന്റെ മാറ് വെട്ടിപ്പിളർന്നു. ഒടുവിൽ ഞാൻ തകർന്നു വീഴുമ്പോഴും ഒന്നുറക്കെ കരയാൻ പോലുമാവാതെ എൻ്റെ ജനത വിതുമ്പുകയായിരുന്നു. അവരെന്റെ ശിരസ് തല്ലി തകർത്തു. പിക്കാസ് കൊണ്ട് അവരെന്റെ മാറ് വെട്ടിപ്പിളർന്നു. ഒടുവിൽ ഞാൻ തകർന്നു വീഴുമ്പോഴും ഒന്നുറക്കെ കരയാൻ പോലുമാവാതെ എൻ്റെ ജനത വിതുമ്പുകയായിരുന്നു. വർഷങ്ങളേറെയായി എൻ്റെ മണ്ണ് വീർപ്പമുട്ടുന്നു. വർഷങ്ങളേറെയായി എൻ്റെ മണ്ണ് വീർപ്പമുട്ടുന്നു. ഏകത്വത്തിന്റെ സ്തോത്രങ്ങൾ ഉയർന്ന മണ്ണിൽ നിന്ന് ക്രോധത്തിന്റെ കാഹളം വിളി മാത്രം. എനിക്ക് വേണ്ടത് മോചനമാണ്. അതിന് വേണ്ടത് അർപ്പണമാണ്. എൻ്റെ ചോദ്യം നിങ്ങളോടാണ്, എൻ്റെ മുന്നിലിരിക്കുന്ന നിങ്ങളോട്. നിങ്ങളതിന് തയ്യാറുണ്ടോ?